ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് ഹോൾ ചെയ്യാറാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇത്തവണ ഞാൻ ചെയ്യുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും ഞാൻ എപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്താലും അതിലൊരു കമൻറ്റെങ്കിലും കാണാം, വാഷ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാമോ, വാഷ് ചെയ്തിട്ടുള്ളതിൻ്റെ ശേഷമുള്ള അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഒത്തിരി എല്ലാ ഡ്രസ്സൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ കണ്ടപ്പോൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ റിവ്യൂ പറയാം. അത് വാഷ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ഡ്രസ്സ് ഏതാ നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുർത്ത സെറ്റിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് വൻ ഹിറ്റായൊരു ഡ്രസ്സാണ് ഇത്. ഇതാണ് കേട്ടോ ഡ്രസ്സ്. ഇതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ പിക്ചർ കൊടുക്കാം കേട്ടോ. ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ തവണ വാഷ് ചെയ്തിട്ടുള്ളൂ. ഇത് ഞാൻ ഈദിന് എൻ്റെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ അന്നിട്ടു, വാഷ് ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭയങ്കരമായിട്ട് കട്ടിയുള്ള പോലെ ഉണ്ടായിരുന്നു. ഒരിത്തിരി കട്ടി കുറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഇതൊന്നും ഫെയ്ഡ് ഔട്ട് ആയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ നന്നായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് ഒന്നും ഞാൻ പുതിയ ഡ്രസ്സ് അലക്കാറില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒത്തിരി സോപ്പ് ഉപയോഗിച്ചിട്ടോ ഒന്നും അലക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ കുറച്ച് സോപ്പിലെ ഒന്ന് നമ്മുടെ എന്താണ് ഈ ഡ്രസ്സിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കംഫർട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് എടുക്കുന്ന ഡ്രസ്സുകൾ മാത്രമേ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടുള്ളൂ എന്നല്ല. ഫസ്റ്റ് ഇടുക, പിന്നെ പിന്നെ ഇതിൻ്റെ ഫെയ്ഡ് ഔട്ട് ആവുന്നുണ്ടോ, കളർ പോകുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തതിന് ശേഷം വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യട്ടോ. അപ്പോൾ ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഇത്തിരി വെയിറ്റ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പാൻറ്റിനും ഷോളിനും യാതൊരുവിധ മാറ്റവും ഇല്ല കേട്ടോ. അതേപോലെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. പാൻറ്റ് ആക്ച്വലി ഞാൻ 2 തവണ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ഡ്രസ്സിൻ്റെ കൂടിയും ഈ പാൻറ്റ് പെയർ ചെയ്തിട്ട് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 2 തവണ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പാൻറ്റിന് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രൈസിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ നോക്കിയായിരുന്നു. പ്രൈസിലൊന്നും യാതൊരു മാറ്റമില്ല, അതേ വിലയ്ക്ക് തന്നെയാണ് കേട്ടോ എപ്പോഴും ഉള്ളത്. ഞാൻ വാങ്ങിയിരുന്ന സമയത്ത് 499 രൂപയായിരുന്നു, ഇപ്പോഴും 499 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വില കൂടുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ചെക്കൗട്ട് ചെയ്തപ്പോൾ 499 രൂപയ്ക്ക് തന്നെയാണ്. അതിനേക്കാൾ വേർത്താണ് കേട്ടോ. അതിനേക്കാൾ ഒരു 700 രൂപൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് എന്താ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ. രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഈ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിക്ചർ ഇവിടെ കൊടുക്കാം. അതിൻ്റെ പണ്ടത്തെ വീഡിയോ, ഞാൻ അത് പോസ്റ്റ് ചെയ്തപ്പെട്ടിരുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡ്രസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാനൊരു 3-4 ടൈംസ് ഒക്കെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരുപാട് ഫോട്ടോസ്, ഈ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡ്രസ്സ് 3-4 വട്ടം വാഷ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പുതുമ നശിച്ചു എന്ന് പറയില്ലേ, ആ ഒരു സംഭവം മാത്രമേ പോയിട്ടുള്ളൂ. കളറിലോ വേറെ ക്വാളിറ്റിയിലോ ഒന്നിനും ഒരു പ്രശ്നമില്ല. ഇതൊരു കാണുമ്പോൾ പുതിയ ഡ്രസ്സായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു വട്ടം 1-2 വട്ടമൊക്കെ ഇട്ട് പഴങ്ങിയൊരു ഡ്രസ്സ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ആ ഒരു എന്താ പറയുക, നല്ല കട്ടിയുണ്ട് കേട്ടോ. ഈ ഒരു ഷർട്ട് വന്നിട്ട് അതേപോലെ തന്നെ ഉണ്ട് കാണാനും, ഇപ്പോഴും നല്ല പുതിയതുപോലെ ഉണ്ട്. അപ്പം അതിൻ്റെ പുതുമ നശിച്ചു എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ വല്ലാണ്ടങ്ങ് പുതുമ നശിച്ചു എന്നല്ല കേട്ടോ. നിങ്ങളെങ്ങനെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ അതിൻ്റെ പ്രൈസ് വന്നിട്ട്, ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 254 രൂപയായിരുന്നു. ഇപ്പം 266 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. വേറെ ഇതിനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. പോസിറ്റീവായിട്ടും ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.
അപ്പം ഈ ഒരു ഡ്രസ്സ് വേണമെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടാൽ മതി. ഇത് കാണാൻ നിങ്ങൾക്ക് കുറച്ച് തിരക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. എൻ്റെ ലിങ്ക് വിടാട്ടോ. മൂന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാൻ എന്തായാലും ഇവിടെ ഫോട്ടോസ് കൊടുക്കാം. പിന്നെ മുന്നത്തെ വീഡിയോസ് വേണമെങ്കിൽ അപ്ലോഡ് ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിൻ ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഒന്ന് പോയി കണ്ടാൽ മതി. ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ജോർജറ്റാണ്. അതുകൊണ്ട് തന്നെ എത്ര വാഷ് ചെയ്താലും ഇത് നിരക്കത്തില്ല. പിന്നെ ബൈ ചാൻസ് എങ്ങനെയെങ്കിലും ഇത് കോളത്തി വലിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കീറിപ്പോയാൽ ഇത് കേടരുത്തുള്ളൂ. വേറെ ഞാനിതിപ്പോൾ ഒരുപാട് വട്ടം ഞാൻ യൂസ് ആക്കി, ഒരുപാട് വട്ടം വാഷ് ചെയ്തു. ഇപ്പോഴും ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് 306 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ 369 അയക്കണം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് കൂടി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് വാഷ് ചെയ്യാൻ നല്ല സുഖമാണ്. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വാഷ് ചെയ്യാം. കളറ് പിടിക്കാതെ നോക്കിയാൽ മതി കേട്ടോ. കളറ് പിടിച്ചാൽ പിന്നെ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ഡ്രസ്സുകളൊന്നും വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കാറില്ല. കാരണം എന്തെങ്കിലും കളർ പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഡ്രസ്സ് അങ്ങോട്ട് നശിച്ച പോലായി. അപ്പോൾ ഈ ഡ്രസ്സാണ്. ഈ ഡ്രസ്സിന് കുറച്ച് വില കൂടിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ, ഇതിൻ്റെ കോഡ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ടാ. ഞാൻ മുന്നേ കാണിച്ച ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് ഒരു 3-4 10 വട്ടമെങ്കിലും വാഷ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റിന്ന് 1% പോലും കുറഞ്ഞിട്ടില്ല. അത്രയും അടിപൊളിയാണ്. ഇപ്പോഴും ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിലും അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഇതിനെന്തോ ഐ തിങ്ക് 170 സംതിങ് റുപ്പീസ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ പ്രൈസ് എന്താണെന്നുള്ളത് ഞാൻ നോക്കിയില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ കമൻറ്റിൽ ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഇത് കോഡ് ചോദിച്ചാൽ മതി. ഞാൻ കോഡ് പറഞ്ഞുതരാം കേട്ടോ. കോഡ് ഓർ ലിങ്ക് എന്തെങ്കിലും ഞാൻ അയച്ചുതരാം, അല്ലെങ്കിൽ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ള കേട്ടോ. പിന്നെ ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോസ് ഇരുന്ന് കണ്ടാൽ മതി കേട്ടോ. പിന്നത്തെ ഡ്രസ്സാണ് ഇത്. ഓക്കെ, ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡ്രസ്സ് ഞാൻ ഒരൊറ്റ തവണ വാഷ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് വാഷ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ നെട്ടിച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കപ്പെടുത്ത് നോക്കിയപ്പോൾ അതിൽ നിറയെ ബ്ലാക്ക് കളർ മഷി കലക്കിയ പോലെ ഇരുന്നു. അതിൽ തന്നെ ഞാൻ വിചാരിച്ചു ഫുൾ കംപ്ലീറ്റ് പോയി, കയ്യിൽ നിന്ന് പോയി എന്നുള്ള വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ വാഷ് ചെയ്യാൻ നിന്നിട്ടില്ല. പക്ഷെ കളർ ഫെയ്ഡ് ഔട്ട് ആയിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെയ്ഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് സ്മെല്ലടിക്കുന്നത് വരെ ഇട്ട് നടക്കാം. അപ്പോൾ എല്ലാ ഡ്രസ്സും അങ്ങനെ പെട്ടെന്ന് വാഷ് ചെയ്യണം എന്നില്ല. സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം എന്നില്ല. ജസ്റ്റ് വെള്ളത്തിൽ മാത്രമായിട്ട് വാഷ് ചെയ്താൽ മതി. നിങ്ങൾ അത്രയും ക്യാരി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇട്ടാൽ. അപ്പോൾ ഈ ഡ്രസ്സിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര നല്ല മതിപ്പൊന്നുമല്ല. പിന്നെ ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പക്ഷെ ഇത് മീഷോയിൽ ഞാൻ കണ്ടു 274 രൂപയ്ക്ക് ഈ ടോപ്പ് ഉണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് വൈറ്റും ഉണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിതിൻ്റെ കോഡ് ഓർ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ള ഡ്രസ്സ് വന്നിട്ട്. ഈ ഡ്രസ്സിൻ്റെ ഭംഗി കണ്ടിട്ട് മേടിച്ചതാണ്. വാഷ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ചുളിയുന്നുണ്ട്. അത് നമ്മൾ അയൺ ഇതിൻ്റെ കൂടെ അയൺ ചെയ്യണം. നമ്മൾ എത്ര നീറ്റാക്കി മടക്കി ഷെൽഫിൽ വെച്ചിട്ടും ഒരു കാര്യമില്ല. എപ്പോഴാണോ നമ്മൾ യൂസ് ആക്കുന്നത് അപ്പോൾ അത് അയൺ ചെയ്തിട്ട് മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അത്രയും പെട്ടെന്ന് ചുളിയുന്ന ടൈപ്പാണ്. പിന്നെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ലൂസ് ഫിറ്റിൽ സ്കേർട്ടിൻ്റെ കൂടെ ആണെങ്കിലും ജീൻസിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ പെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ മുന്നത്തെ വീഡിയോ ആണ്. ഞാൻ ആദ്യം വന്നപ്പോൾ ഇട്ടിരുന്ന വീഡിയോ ആണ് ഇതൊക്കെ. അപ്പം അത് കണ്ടാൽ മതി. അല്ലാത്തവർ എന്നോട് കോഡ് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. ഇതും ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റും ഉണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യത്തിലേറെ ടൈംസ് ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും യൂസ് ആക്കാറുണ്ട്. മോർ കംഫർട്ടബിൾ ആണ്. ഒരുപാട് വട്ടം വാഷ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഇതിന് കളർ ഫെയ്ഡ് ഔട്ട് ആയിട്ടില്ല. മെറ്റീരിയലിന് യാതൊരുവിധ പ്രശ്നവുമില്ല.
അങ്ങനെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഞാൻ ഒരുപാട് തവണ വാഷ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 400 സംതിങ് എന്തോ ആയിരുന്നു അന്ന് ഞാൻ വാങ്ങിയിരുന്ന. 400 സംതിങ് എന്തോ ആയിരുന്നു. അപ്പം എന്തായാലും ഈ ഡ്രസ്സ് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ്. ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിത്തിരി അതിൻ്റെ പിക്ചർ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇത്തിരി ഫേഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നാറ്. പക്ഷേ എൻ്റെ വീട്ടിലുള്ള ആരും സമ്മതിച്ച് തരാറില്ല, അത് ഫേഡ് ഔട്ട് ആയിട്ടില്ല എന്നാണ് എപ്പോഴും പറയാറ്. പക്ഷെ എനിക്കിങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു കുറവെന്ന് തോന്നാറുണ്ട്. പിന്നെ ഒത്തിരി സ്ലിം ആയിട്ടുള്ള ആൾക്കാർ ഇത് എടുക്കാൻ നിൽക്കണ്ട, കാരണം നന്നായിട്ട് സ്ലിം ആയിട്ട് തന്നെ തോന്നിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. പിന്നെ എന്താ വെച്ചാൽ ഈ വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ എങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്നൊന്നും എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. പിന്നെ ഇതിൻ്റെ പാർട്ട് 2 ഇനിയും ഒരുപാട് ഡ്രസ്സസ് കാണിക്കാനുണ്ട്. ഞാൻ ഭയങ്കരമായിട്ടും ലെങ്ത്തുള്ള വീഡിയോ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ചുരുക്കിയത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിൽ പാർട്ട് 2 ഞാൻ ചെയ്യാൻ. അപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യില്ല കേട്ടോ, ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കുന്ന കൂട്ടത്തിൽ എടുത്തു വെച്ചതാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ഇടുന്നതിനനുസരിച്ചിട്ട് അപ്പം തന്നെ ഞാൻ ചെയ്യണമെന്നില്ല. എൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാ വീഡിയോസും കൂടി പെട്ടെന്ന് ഒരു ദിവസം വെച്ചിട്ട് അങ്ങ് എടുക്കാറാണ് പതിവ്. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ പിന്നത്തെ വീഡിയോ തന്നെ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ കാണുന്ന അപ്പോൾ എഡിറ്റിങ്ങും വീഡിയോ എടുക്കുന്നതൊക്കെ രണ്ട് സമയത്താണ്. പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക, എൻ്റെ അടുത്ത് കമൻറ്റിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.